ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നേരെ നിൽക്കണേ, ഞാൻ വിളിക്കാൻ പോവാണേ. ശരി. അയ്യോ, ഓടി വരണേ മോളെ. അയ്യോ മോളെ, യശോദേ, ദേവാ. സംഭവിച്ചത് ദൈവത്തിന് നിരക്കാത്ത കാര്യ. അത് തിരുത്തിയേ പറ്റൂ. നിങ്ങളെല്ലാവരും രാധികമ്മയോട് കാണിച്ചത് ക്രൂരതയാ. അതിന്റെ പേരില് ഞാനിനി ആരെയും കുറ്റപ്പെടുത്താനെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പ്രായശ്ചിത്തം ചെയ്യണം. ഈ തെറ്റിന് ഒറ്റ പ്രായശ്ചിത്തേ ഉള്ളൂ. വരുണിനെയും രാധികയെ ഒന്നിപ്പിക്കാന്നുള്ളത്. എന്താ നീ പറഞ്ഞത്? ഇവിടെ ആളുകൾ ചിരിക്കില്ലേ? ആളുകളെ ചിരിക്കട്ടെ അമ്മേ. അരുതാത്തത് നടന്നാൽ ആളുകൾ ചിരിക്കും. ആ അരുതായ്മ ചെയ്തതാരാ? അമ്മയല്ലേ? നേർബുദ്ധിയുടെ ഒരു അംശമെങ്കിലും അമ്മ കാണിച്ചോ? മനുഷ്യത്വത്തിന്റെ ലെവലേശമെങ്കിലും അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ അങ്ങനെ ഒരു കാര്യം നടക്കുമായിരുന്നോ? അപ്പൊ ആളുകൾ ചിരിക്കട്ടെ. അച്ഛാ, അർഹതയില്ലാത്തൊരു പദവി കുറച്ചു നാൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. വരുണിന്റെ ഭാര്യ പദവി എന്നത്. എന്തിനാ മോളെ അങ്ങനെ ഒരാളെ നീ വെട്ടിപ്പിടിക്കുന്നത്? വരുൺ രാധികയെ സ്നേഹിച്ചിരുന്നു എന്ന സത്യം നിനക്ക് അറിയാമായിരുന്നെങ്കിൽ, വരുൺ താലി കെട്ടിയത് രാധികയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ, മറ്റൊരുത്തിയുടെ പുരുഷനെ നീ എന്തിനാ ആഗ്രഹിച്ചത്? നിനക്ക് തുറന്നു പറയായിരുന്നില്ലേ എല്ലാം? ഇവരെല്ലാം മറച്ചു വെക്കുമ്പോ നിനക്കൊന്ന് പൊട്ടിത്തെറിക്കായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വാർത്ഥത ജയിക്കണമായിരുന്നു. അച്ഛനതിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല മോളെ. വരുണിനെയും രാധികയും ഞാൻ ഒന്നിപ്പിക്കും. എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? അകത്തേക്ക് കയറിപ്പോയ നിന്റെ മകളുണ്ടല്ലോ, നിനക്ക് ജനിച്ച കുഞ്ഞ്. അവള് ജീവിക്കണോ മരിക്കണോ എന്നതില് നിനക്ക് ഒരു പേടിയില്ലല്ലേ? ഇല്ല അമ്മേ, പ്രിയങ്കയെ കുറിച്ച് എനിക്ക് ആ പേടിയില്ല. ഇത്രയൊക്കെ ഉള്ളിലൊതുക്കി നടക്കാൻ സാധിച്ചെങ്കില് അവളെന്തിനെ മരിക്കാൻ തീരുമാനിക്കണം? ദേവേട്ടാ, തനിക്ക് തെറ്റുപറ്റിപ്പോയി യശോദേ. രാധികയെ നെഞ്ചിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താത്ത താൻ അന്ന് ആ വിവാഹ മണ്ഡപത്തിൽ നിന്ന് മാത്രം പ്രിയങ്കയ്ക്ക് വേണ്ടി ഒരു സ്വാർത്ഥത കാണിച്ചു. അതിപ്പോ ചോദ്യം ചെയ്യപ്പെടുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും. ദേവേട്ടാ,
പ്രിയങ്കേ. താൻ പേടിക്കണ്ട, എല്ലാം മംഗളമായിട്ട് തന്നെ അവസാനിക്കും. ഒന്ന് നേരെ ഇട്. ഊരിങ്ങോട്ട്. ഈ പെണ്ണിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കണമെങ്കിൽ നേരെ ഇട്. മതിയോ? മതി മതി. വിളിച്ചോ വിളിച്ചോ. നേരെ നിക്കണേ, ഞാൻ വിളിക്കാൻ പോവാണേ. ശരി. അയ്യോ, ഓടി വരണേ മോളെ. അയ്യോ മോളെ. യശോദേ, ദേവാ, ഇറങ്ങ് മോളെ. മുത്തശ്ശി വേണ്ട. വിളിക്കടി അങ്ങോട്ട്. എനിക്കിനി ജീവിക്കണ്ടെന്ന്. എനിക്കിനി ജീവിക്കണ്ട. അയ്യോ ജീവിക്കൂല. ഞാൻ ചാവാൻ പോവാ. ഞാനിപ്പോ ചാവും. എന്നെ വിട്. എനിക്ക് ജീവിക്കണ്ട. ചിന്ത അങ്ങോട്ട് വിളിക്കാൻ. ഞാൻ ചാവാൻ പോവാ. മോളെ മോളെ, എന്റെ മോളെ. മോളെ പ്രിയങ്ക, ആരും എന്നെ തടയരുത്. മോളെ എന്താ നീ കാണിക്കുന്നത്? ആരും എന്നെ തൊടരുത്. എന്റെ അടുത്തേക്ക് പോലും വരരുത്. ആരും എന്നെ തടയരുത്. അടുത്തേക്ക് വരരുത്. അച്ഛന് സ്വന്തം മോളുടെ ആഗ്രഹം നടത്തി തരാനല്ലോ, വലിയ കയറി വന്ന ഒരുത്തിന്റെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാനല്ലേ താല്പര്യം. മോളെ, നീ ആദ്യം താഴെ ഇറങ്ങ്. അച്ഛൻ എടുക്കുന്ന തീരുമാനത്തിന്റെ വേദന ഞാൻ എടുക്കുന്ന പോലെ അച്ഛനും എടുക്കണം.